നമുക്കറിയാം എവിടെ ദുരന്തമുണ്ടായാലും ഓടിയെത്തുന്ന വ്യക്തിയാണ് രഞ്ജിത്ത് ഇസ്രായേൽ. പക്ഷേ അർജുൻ്റെ ദുരന്തമായപ്പോൾ ഒരുപാട് വേട്ടയാടപ്പെട്ടു അദ്ദേഹം. നമുക്കിപ്പോൾ അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമുക്കറിയാം ഈ വർഷം ഒരുപാട് വിവാദങ്ങൾ വന്നു ഷിരൂരുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ഷിരൂരായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. 61 ദിവസമാണ് ഞാൻ ഈ ചാനൽ ബൈറ്റ് ചെയ്യുമ്പോൾ 61 ദിവസമാകുന്നു. ഇതുവരെയായിട്ടും അർജുനെ ട്രക്ക് കറക്റ്റ് സ്പോട്ട് ചെയ്യാനൊന്നും സാധിച്ചില്ല. ഞാൻ അവിടെ 5-ാം ദിവസം രാത്രി എത്തുന്നു. 6-7 ദിവസമാണ് കളക്ടറെ അവിടുത്തെ ഉത്തര കന്നഡ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അനുമതിയോടെ 2 ദിവസം തെരച്ചിൽ നടത്തുന്നത്. അന്വേഷണം നേർദിശയിലായിരുന്നുകൊണ്ട് തന്നെ അവർ കുറച്ച് പുറത്താക്കപ്പെടുകയായിരുന്നു 61 ദിവസം. കാരണം അവർക്ക് എന്തെങ്കിലും ഹൈഡ് ചെയ്യാനോ മറിച്ചൊക്കെ അതുപോലെ ഉണ്ടാവും. അവരുടെ ആൾക്കാരെ 2-3 പേരെയും അവരെ ആൾക്കാരെ എടുക്കാനുണ്ട്. ഇനി അപ്പോഴത്തെ 61 ദിവസം ഇന്നാണ്ട് ഈ പറഞ്ഞ ദിവസം അടിച്ചിട്ട് എത്തുമെന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. ഈ സമയം അന്ന് തൊട്ട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് ലോങ് ബോംബ്, ഇത് ഹാൻഡിലുള്ള ഇത് ഹിറ്റാച്ചി, അല്ലെങ്കിൽ ട്രഡ്ജർ, അല്ലെങ്കിൽ ഡ്രില്ലിംഗ് മെഷീൻസ്, ഇതെല്ലാം അന്നേ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ 60 ദിവസം കഴിഞ്ഞിട്ട് ഒരു എവിഡൻസ് അവർക്ക് ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആ സമയത്ത് തന്നെ കുറച്ച് പേര് അവരുടെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു മാഫിയ ഉണ്ടായിരുന്നു. ആ മാഫിയയ്ക്ക് വേണ്ടി തന്നെയാണ് കളിച്ചത്. എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി മാത്രമാണ് അവിടെ നിന്ന് തന്നെ അവർ അവോയ്ഡ് ചെയ്ത് മാറ്റിയത്. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ 7-ാം ദിവസം ഞാൻ അവിടെ നിന്ന് വിട്ടുമാറുന്നു, 2 ദിവസം അവിടെ ചെയ്തിട്ട് വിട്ടുമാറി, അല്ലെങ്കിൽ ആ ഒരാഴ്ചക്കുള്ളിൽ അവർ വെള്ളത്തിന് എടുത്തിരുന്നെങ്കിൽ ഇവർക്ക് പറഞ്ഞ എന്തെങ്കിലും ശരിയാവുണ്ടാവുമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു വാദങ്ങളൊക്കെ പൂർണ്ണ അവഞ്ഞോട് തള്ളിക്കളയുന്നു. ഇപ്പോൾ ഇട്ട കമൻറ്റുകളെന്നൊക്കെ ഓരോരുത്തർ ഡിലീറ്റ് കളയുന്നു. ഞാൻ പറഞ്ഞ കുറച്ച് പേരന്ന് കുറേ ഉദ്ദേശങ്ങളായിട്ട് ചെയ്തതാണ്. കുറച്ച് ഉദ്ദേശങ്ങളായിട്ട് പിന്നെ മതപരമായ അടിസ്ഥാനത്തിൽ അറ്റാക്ക് ചെയ്യുന്നു. പേര് രഞ്ജിത്ത് ഇസ്രായേൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലും കുറച്ച് പേര്, എല്ലാവരും അല്ല, ഒരുപാട് നല്ല ആൾക്കാർ, ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ഞാൻ. ഒരുപാട് കമൻറ്റ് അവർക്ക് മുസ്ലിം ഒരു കമ്മ്യൂണിറ്റി ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ്. പിന്നെ കുറച്ച് അല്ലാത്തൊരു വേറെ കുറച്ച് പേര് വേറെ അല്ലാത്തൊരു എന്താ പറയേണ്ട ഒരു കടുത്ത ഒരു ദേശീയത ഉള്ള ആ ഒരു ടീമുകളും എന്താണെന്ന് പറഞ്ഞാൽ അവർ നിൽക്കുന്ന ആ ടീമുകളും കൂടെ എന്നെ കുറച്ച് ഇത് ചെയ്തിരുന്നു. കമൻസൊക്കെ മോശമായിട്ട് കമൻസൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ആ കുറേ വിഷമമുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ തിരിച്ചടിയായി. അവർക്ക് തന്നെ അവർ വിചാരിച്ച് ഞാൻ ഇറങ്ങി മാറിക്കഴിഞ്ഞ് പിറ്റേ ദിവസം വെള്ളത്തിൽ നിന്ന് എടുക്കും എന്നൊക്കെ ഉള്ള ധാരണയല്ല. ഇപ്പോൾ 60 ദിവസം കഴിയുന്നു, ഒരു എവിഡൻസ് ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ആ ഡ്രഡ്ജർ കൊണ്ടുവന്ന് എടുക്കട്ടെന്നാണ് പറയുന്നത്. ഡ്രഡ്ജർ കൊണ്ടുവന്ന ആ പുഴയുടെ മണ്ണൊക്കെ നമ്മൾ ഉദ്ദേശിച്ച ലാൻഡ് ഏരിയ തന്നെയാണ്. പുഴ ചേർന്ന മണ്ണും പുഴ അടിഞ്ഞു കുടിക്കുന്ന മണ്ണുകളും. ഇപ്പോഴാ ഡ്രഡ്ജർ കൊണ്ടുവന്നതിനാണ് ഡ്രഡ്ജർ കൊണ്ട് മണ്ണ് മാറ്റാൻ ഡ്രഡ്ജർ കൊണ്ടുവരുന്നത് പുഴയിൽ. അപ്പോൾ അവർ പുഴയിലില്ല ഏതൊരു മണ്ണിനടി തന്നെ ഉള്ളതെന്നാണ് അവർ സ്ഥിരീകരിക്കുന്നതാണ് ഡ്രഡ്ജർ വീണ്ടും കൊണ്ടുവരുന്നത്. അല്ലാതെ വിവാദങ്ങൾ വീണ്ടും പ്രതികരിക്കുന്നില്ല. അത് ബഹുമാനപ്പെട്ട കേരള സർക്കാരിനെ ഇടപെട്ട് കുറേ കമ്മീഷൻ സ്വമേധയ എനിക്കൊരു അപവാദം പ്രചരിക്കുന്ന കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കേരള സർക്കാർ ആ ഒരു ഇതിനെല്ലാം നന്ദി പറയുന്നു. കാരണം അങ്ങനെയൊക്കെ ചെയ്തതോടുകൂടി കുറേയൊക്കെ സൈബർ അറ്റാക്ക് ഒതുങ്ങിയിരുന്നു. അപ്പോൾ ആ വിവാദങ്ങൾ മാത്രം. അതിനുശേഷമാണ് വയനാട് ചെയ്യുന്നത്. വയനാട് വളരെ സ്തുത്യർഹമായ നല്ലൊരു സേവനം തന്നെ ചെയ്തു. ഇന്ത്യൻ ആർമിക്കൊപ്പമാണ് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് തന്നെ പോയത്. ഫ്ലൈറ്റിൽ തന്നെ അവിടെ പോയി അവരുടെ ഓപ്പറേഷൻ ചെയ്തു, വളരെ വിജയിപ്പിച്ചു. അങ്ങനെ വളരെ ഇന്ത്യൻ ആർമി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ആർമി വയനാട് കളക്ടർ ഉൾപ്പെടെ പ്രശംസോത്തരം നേടാൻ സാധിച്ചു. അപ്പോൾ അതിലൊക്കെ വളരെയധികം സന്തോഷിക്കുന്നു. അതിലൊക്കെ അതുകൊണ്ട് ആ വിവാദങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, വിവാദങ്ങളും വേണം. ഞാൻ ഒരുപാട് ദൗത്യങ്ങൾ ചെയ്തിട്ട് 12 വർഷമായിട്ട് ഫീൽഡ് ദൗത്യങ്ങൾ ചെയ്തിട്ട് ആർക്കും തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. ഒരു ഉത്തരാഖണ്ഡ് ദൗത്യം പെട്ടിമുടി തിരിച്ചറിയില്ല. അപ്പോൾ നെഗറ്റീവ്, എല്ലാവർക്കും ആവശ്യം നെഗറ്റീവ് എന്നുള്ളതാണ്. ആർക്ക് നന്മ വേണ്ട, തിന്മയാണ് ആവശ്യം. ഇപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് ഇത്രയാകൊണ്ട് അത്രയും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കില്ല ഒരാൾ പാളിയപ്പോഴത്തേക്ക് വരുന്നത്. അപ്പോൾ അത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ അവർക്ക് തന്നെ ഈ വിമർശിച്ചവർക്ക് തന്നെ മനസ്സിലായല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ പെട്ടെന്നൊരു പേഴ്സണെ അറ്റാക്ക് വിധേയമാക്കിയത്. അതിൽ കൂടുതൽ ഞാൻ വേറെ ഒന്നും പ്രതികരിക്കാനില്ല. അതിന് വരും നാളെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്ത് നോക്കിയ പ്രവർത്തനങ്ങൾ നോക്കിയാൽ വയനാടും ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് ഇന്ത്യൻ ആർമിയുടെ നിന്ന് ഒരു ക്യാഷ് റിവാർഡ് കിട്ടി. പ്രശംസാപത്രങ്ങൾ ആർക്കും നേടാനാവാത്ത ഒരു സിവിലിയൻ എന്ന രീതിയിലാണ് എനിക്ക് നേടാൻ സാധിച്ചത്. പ്രത്യേകിച്ച് എൻ്റെ ഇന്ത്യൻ ആർമിക്കാണ് ഞാൻ പറഞ്ഞത്. എന്നെ തല്ലാനും തലോടാനും എന്നെ വിമർശിക്കാനും എന്തെങ്കിലും എല്ലാ അധികാരമുള്ള ഒരു വിഭാഗം ഇന്ത്യൻ ആർമി മാത്രമാണ്. അവരാണ് എനിക്ക് പരിശീലനം തന്നത്, അവരാണ് എൻ്റെ കൂടെ അവരോടൊപ്പമാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്, അവരാണ് എൻ്റെ എല്ലാം. ആ സൈനിക മേധാവികൾക്കും സൈനികർക്കും മാത്രമേ എന്നെ വിമർശിക്കാൻ അധികാരമുള്ളൂ. അല്ല വേറെ പുറത്ത് കണ്ടു നിൽക്കുന്ന വീട്ടിൽ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന AC റൂമിൽ ഇരുന്ന് വാർത്ത വായിക്കുന്ന ബിനൂബി ജോണിനെ പോലത്തെ ഏഷ്യാനെറ്റ് ന്യൂസുകാർക്കൊന്നും എന്നെ വിമർശിക്കാൻ യാതൊരു അധികാരവും ഇല്ല. അതിൽ എന്തെങ്കിലും അധികാരമുള്ള അവർക്ക് മാത്രമാണ്. അല്ലാതെ വേറെ ഒരു വ്യക്തികൾക്ക് ഞാൻ അധികാരം കൊടുത്തിട്ടില്ല. ആരും പൈസ വാങ്ങിച്ചുകൊണ്ടല്ല പോകുന്നത്. എൻ്റെ സ്വന്തം ചിലവെടുത്ത് സ്വയം ഇതിലാണ് പോകുന്നത്. അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നത് ഇന്ത്യൻ സൈന്യം തന്നെയാണ്. ഇന്ത്യൻ ആർമിയാണ്. അവരോടൊപ്പമാണ് ഞാൻ പോകുന്നത്. അവരോടൊപ്പം ഓരോ നിമിഷവും സേവനം അവരോടൊപ്പം ആയിരിക്കുന്നതിൽ അഭിമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അല്ലാതെ ഞാൻ കുറച്ച് പേര് എന്തെങ്കിലും ഒരു 10% ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞിട്ട് അത് ഞാൻ അവർ നോക്കുന്നില്ല. അവരുടെ സമയം വേസ്റ്റാക്കുന്നല്ല. ഞാനത് ആ കമൻറ്റ് നോക്കാറ് പോലുമില്ല, കാണാറ് പോലുമില്ല. അങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്ന പട്ടികളെ പോലെയൊക്കെ ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റത്തില്ല എനിക്ക്. അങ്ങനെ കുറയ്ക്കുന്ന പട്ടികളാണ്. അതിനെ പുറം നടന്ന് ഞാൻ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം അങ്ങ് എത്തത്തില്ല. പൂർണ്ണ അവഞ്ഞോടെ ഈ നെഗറ്റീവ് ആൾക്കാർ തള്ളിക്കളയുന്നു. അത്രയേ ഉള്ളൂ. ഇന്നലെ വയനാട് ദുരന്തമുഖത്തുണ്ടായിരുന്നു. അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അപ്പോൾ അവസ്ഥ ഇത്രയും പേര് മരിച്ച സ്ഥലമല്ലേ ഒരു മേപ്പാടി പഞ്ചായത്ത്. പക്ഷേ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം അങ്ങനെ സ്ഥലങ്ങളെല്ലാം കുറച്ച് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തു. പ്രത്യേകിച്ച് അവരെ അടക്കിയിരിക്കുന്ന സിമിത്തേരി, പുത്തുമല, ആ ഒരു എസ്റ്റേറ്റ് കൊടുത്തിരിക്കുന്ന പുത്തുമലയിലെ കൂട്ടം കുഴിമാടങ്ങൾ വെച്ചിരിക്കുന്നത് അവിടെ പോയി കുറച്ച് പ്രാർത്ഥിച്ചു.
അവിടെ ഇന്നലെ അവിടെ വന്നപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്ത് ബഹുമാനപ്പെട്ട അവിടുത്തെ MLA സിദ്ദിഖ് സാറ് വന്നിരുന്നു. എനിക്ക് സാറിനൊക്കെ കുറച്ച് സിദ്ദിഖ് MLA കുറച്ച് സാറോട് സംസാരിച്ചിരുന്നു. സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ തിരിച്ചിങ്ങോട്ട് ട്രിവാൻഡ്രത്ത് ബാക്കപ്പ് ചെയ്ത്. അപ്പം ഇങ്ങനെ ഒരു ആഘോഷങ്ങൾ പങ്കെടുക്കത്തില്ല, ഒരു ആഘോഷങ്ങൾ പങ്കെടുക്കാറില്ല. ഈ സമയത്തൊക്കെ നമ്മളിപ്പോൾ ആഘോഷിക്കുന്ന എത്ര പേര് ദുരന്തപ്പെട്ടി, എത്ര പേര് രോഗാവസ്ഥയിൽ, ക്യാൻസർ പോലെ മാരക രോഗങ്ങളാണ്, വേദന കൊണ്ട് നിൽക്കുന്ന ഒരാളവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു ആഘോഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയല്ല എൻ്റെ കുടുംബവും എൻ്റെ പപ്പായും അങ്ങനെ പങ്കെടുക്കാറില്ല. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ഈ സമയങ്ങളിലെല്ലാം സാധാരണ ജനങ്ങളോടൊപ്പം ആയിരിക്കും, അല്ലെങ്കിൽ സ്നേഹതീരം പോലത്തെ അങ്ങനെ അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരോടൊപ്പം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടൊപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നതും ആ ഒരു സമയങ്ങളാണ് കൂടുതൽ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു.